ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്വേഷണം പ്രമുഖ നടന്മാരിലേക്കും നീളുകയാണ്. ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യാനാണ് എക്സൈസ് തീരുമാനം. താരങ്ങൾക്ക് ലഹരി നൽകിയെന്ന മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുക. ഇരുവരുമായി ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് തസ്ലീമയുടെ മൊഴി. തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകളടക്കം നിർണായക തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുമുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവിന്റെ വൻ ലഹരിവേട്ടയ്ക്ക് തൊട്ടുപുറകെ തസ്ലീമ സുൽത്താനയുമായി ബന്ധപ്പെട്ട സിനിമാ ബന്ധങ്ങൾ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. പിന്നാലെ എക്സൈസിന്റെ സ്ഥിരീകരണവുമുണ്ടായി. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ചെന്നൈ, എറണാകുളം എന്നീ സിനിമാ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തസ്ലീമയുടെ ലഹരി വിൽപ്പന. അഭിനേതാക്കളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി ചേർന്ന് ലഹരി ഉപയോഗിച്ചതായാണ് തസ്ലീമ മൊഴി നൽകിയിട്ടുള്ളത്. ഇവരുമായുള്ള ഫോൺ ബന്ധങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും എക്സൈസിന് ലഭിച്ചു. ഇരുവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എക്സൈസ് ഉടൻ നോട്ടീസ് നൽകും. സിനിമാ മേഖലയിൽ 1-2 പേരുടെ പേര് ഇവരുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള എന്ത് തെളിവാണുള്ളത് നമുക്ക് സയന്റിഫിക് എവിഡൻസും കൂടി വേണം. അത് കിട്ടിയതിനു ശേഷം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ടീസ് അയച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യും. ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ തസ്ലീമയുടെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട സിനിമാ ഇടപാടുകളും അന്വേഷണ സംഘം തേടുന്നുണ്ട്. മൊഴിയിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങൾ എക്സൈസ് ഉടൻ പോലീസിന് കൈമാറും. ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ എറണാകുളത്തുണ്ടായിരുന്ന ഹോം സ്റ്റേയിൽ സിനിമാ മോഹവുമായി ഫോട്ടോഷൂട്ടിനെത്തിയ പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് തസ്ലീമ. ഇവരുടെ ഫോൺ അന്വേഷണ സംഘം വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ലഹരി, പെൺവാണിഭ റാക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ണികൾ അതിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് വിലയിരുത്തൽ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.